നീ എങ്ങനെ മോളെ ഈ മുരടനെ പ്രേമിച്ചെന്നോ? ചെറുപ്പത്തിലെ കൂടെ കൂടി ക്ലാസ് എടുത്ത് ഞാനീ മുരടനെ പ്രേമം പഠിപ്പിക്കായിരുന്നു. ഭാഗ്യം അച്ഛൻ കുളിക്കുക. രാജുവിനോട് പോലും പറയാതെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇത്. എൻ്റെ അച്ഛനും അമ്മയും ഒരേ മനസ്സോടെ പരസ്പരം സ്നേഹിച്ച് ഈ വീട്ടിൽ ജീവിക്കണം. അതെൻ്റെ ഡ്രീം. അച്ഛനത് കാണണേ എൻ്റെ ഭഗവാനെ. വർമ്മ സാറില്ലേ? ഉണ്ട്, അച്ഛൻ കുളിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെന്താ ഋതുന്നൊരു ടെൻഷൻ പോലെ? ചേച്ചി ഒന്നുമില്ല, രാജുവിന് വെറുതെ തോന്നുന്നത്. രാജു, നമുക്ക് നമ്മുടെ മുറി പോ. അല്ല, സാറിനെ കാണണ്ടേ? അല്ല, അച്ഛൻ കുളിക്കുകയല്ലേ, പിന്നെ കാണാം. രാജുവാ. ചേച്ചി എങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറക്കും? ഒരു കുഴഞ്ഞ കേസായല്ലോ. ഇത് ആരുടെ ഡയറിയാ? എനിക്കിങ്ങനൊരു ഡയറി ഇല്ലല്ലോ. ഇത് എന്നെ ശുശ്രൂഷിക്കണമെന്ന ഹോം നേഴ്സിൻ്റെതാണല്ലോ, സിസ്റ്റർ പവിത്ര. മറ്റൊരാളുടെ ഡയറി തുറന്നു വായിക്കുന്നത് സംസ്കാരമില്ലായ്മ. അത് വേണ്ട. ആ സ്ത്രീയെ എൻ്റെ ജീവൻ രക്ഷിച്ചോളാം. അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ, സ്വകാര്യ ദുഃഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിലോ, അത് മനസ്സിലാക്കാതിരിക്കുന്നത് തെറ്റാ. യാമിനിയോ? ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ. ഏട്ടനെന്താ എന്തൊരു ടെൻഷൻ പോലെ? ചേച്ചി പോലീസ് കസ്റ്റഡിയിലല്ലേ, എങ്ങനെ പുറത്തിറക്കുന്ന ആലോചനയില്ല. ഏട്ടാ, ചേച്ചി എങ്ങനെ ജയിലായെന്ന് ഏട്ടനറിയോ? ഏട്ടനോട് ചില കാര്യങ്ങള്. അമ്മ അകത്ത് കിടക്കുന്നു, മകൻ ഹാപ്പി ആയിട്ട് പുറത്ത് കറങ്ങി നടക്കുന്നു. രണ്ടിനും ഒരു കൂസലുമില്ല. എന്താണോ ഇവരുടെ പ്ലാൻ? എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട്. ആ മലവിഴിഞ്ഞ അനന്തംപിള്ളി ആണല്ലോ ഇവരുടെ ഗോഡ്ഫാദർ. ഇവരെല്ലാവരും ചേർന്ന് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും ഈ കേസിൽ നിന്ന് അങ്ങനെ അമ്പയ്ക്ക് തലയൂരാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയി കേസ്. നമ്മൾ അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. പക്ഷെ
അതിനു മുൻപ് ദൈവം അവരോട് പകരം വീട്ടി. വിശ്വസിക്കാൻ പറ്റില്ല ഋതു. ഇവളും ഇവളുടെ പുറകിലുള്ളവരും എല്ലാം വലിയ താപ്പാനകളാ. ഊരിപ്പോരാൻ മാക്സിമം അവർ ശ്രമിക്കും. അവരെ ഞാനങ്ങനെ വെറുതെ വിടില്ല. രാജു എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. അവളും മകനും കൂടി ചെയ്തതിനൊക്കെ നമുക്ക് പകരം ചോദിക്കണം. എന്റെ അച്ഛനെ കൊല്ലാൻ ബോംബ് വെച്ചത് അവരാ. ഹേയ്, വർമ്മ സാറ് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വർമ്മ സാറിനോട് തുറന്ന് പറയായിരുന്നു. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമുക്കിതെല്ലാം അച്ഛനോട് തുറന്ന് പറയണം. വർമ്മ സാർ ഇതൊന്നും കേൾക്കില്ല. അംബികയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ സാറ് നമ്മുടെ വായ മൂടിക്കെട്ടും. ഇല്ല രാജു, അച്ഛൻ എത്ര വഴക്ക് പറഞ്ഞാലും പറയാനുള്ളത് ഇത്തവണ ഞാൻ പറഞ്ഞിരിക്കും. ഷുവർ. പക്ഷേ ഇപ്പൊ പറയാനൊരു സുവർണ അവസരമുണ്ട്. കാരണം അംബിക അകത്താ. പിന്നെ ഒരു കാര്യം കൂടി, അംബികയെ സെൻട്രൽ ജയിലിൽ അയക്കാൻ വർമ്മ സാർ ഒരിക്കലും സമ്മതിക്കില്ല. സാറിനെ ധിക്കരിച്ച് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ശരിയാ രാജു. അച്ഛന്റെ സ്നേഹത്തിന് മുന്നിൽ നമ്മളങ്ങ് തോറ്റുപോകും. ഇവനൊരു ന്യൂസൻസ് ആണല്ലോ അങ്ങളെ. ഒന്നുമില്ലെന്നേ, രാഷ്ട്രീയക്കാരന് ചാവേറുകളെ ആവശ്യമുണ്ട്. ഇവൻ ഒരു ചാവേറായിട്ട് അവിടെ നിൽക്കട്ടെ. സാറേ, എന്റെ എന്തെങ്കിലും സഹായം? ഓ, സഹായം ആവശ്യം വരുമ്പോഴേ ഞാൻ വിളിപ്പിക്കാം. താൻ പുറത്തു പോയി എന്നേ. ആ ശരി. ഇവൻ വലിയ പാരയാവുമല്ലോ. അവനെ നമുക്ക് പാരയാക്കാം. മോൻ അവന്റെ കാര്യം ഓർത്ത് വറീഡാവണ്ട. ഇതുപോലുള്ള കുറെ ബലിയാടുകൾ എപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ മേഞ്ഞു നടക്കണം. അതുപോട്ടെ, അംബികയോടെല്ലാം പറഞ്ഞിട്ടില്ലേ നാളെ ചോദ്യം ചെയ്യുമ്പോ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നൊക്കെ? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പോരാങ്ങളെ. അമ്മയുടെ സ്വഭാവം അറിയാലോ, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങളും കൂടി ഇന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ശരി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാ. ഒരുത്തൻ അടിത്തൊരപ്പൻ, മറ്റേത് മലത്തൊരപ്പൻ. ഒന്ന് കേൾക്കാനും പറ്റണില്ല.